ഹലോ ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്. അത് തന്നെ സ്കൂട്ടറിനെ പറ്റിയാണ് വരുന്നത്. അത് വേറൊരു സ്കൂട്ടറുമാണ്, അൾട്രാ വയലറ്റിൻ്റെ തന്നെ ടെസറാക്ട് എന്ന മോഡൽ സ്കൂട്ടറാണ്. സോ അതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നതെങ്കിലും എന്തായാലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കാര്യത്തിലേക്ക് ഇട്ടാലോ. ഇതാണ് ആധുനിക റഡാർ സാങ്കേതിക വിദ്യ ഉള്ള ലോകത്തിലേക്ക് മികച്ച ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. അതായത് മോഡേൺ ടെക്നോളജിയും അതുപോലെ തന്നെ റഡാർ സിസ്റ്റവും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടറിൽ ഇതേപോലെ റഡാർ സിസ്റ്റം ഉള്ളൊരു ബൈക്കാണ് X47 മോഡൽ ബൈക്ക് എന്ന് പറയുന്നത്. അത് അൾട്രാ വയലറ്റിൻ്റെ തന്നെ സ്വന്തം ബൈക്കാണ്. പിന്നെ അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള റഡാർ സ്കൂട്ടറാണ് ഈ പറയുന്നത്. സോ ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും റഡാറുണ്ട്, അതുപോലെ തന്നെ ഡാഷ് ക്യാമറയുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ബാക്കി പറയുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യമാണ്, മണിക്കൂറിൽ 125 കിലോമീറ്റർ വേഗതയുള്ള സ്കൂട്ടറാണ്. മണിക്കൂറിൽ 125 km/h ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ IDC റേഞ്ച് എന്ന് പറയുന്നത് 261 IDC റേഞ്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് അൾട്രാ വയലറ്റ് ടെസറാക്ട് എന്ന് പറയുന്ന മോഡലാണിത്. ടെസറാക്ട് ആണ്. 0 തൊട്ട് 60 km വരെ എത്താം. ഇതിന് വേണ്ടിയത് വെറും 2.9 സെക്കൻഡാണ് വേണ്ടിയത്. അതായത് ഒരു 2.5 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിന് 60 km വരെ എത്താൻ സാധിക്കും. അത്രയ്ക്ക് ഫാസ്റ്റാണ് എന്നാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പ്രൈസ് സ്റ്റാർട്ടാവുന്നത് 1,20,000 രൂപ തൊട്ടാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടാവുന്നത്. 1.20 ലക്ഷമാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒന്നാമത്തെ ഫീച്ചറാണ് പെർഫോമൻസ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, റേഞ്ച് ഇത് തന്നെയാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ 3.5 kW, 5 kW, 6 kW എന്നീ ബാറ്ററി ഓപ്ഷനുകൾ അവൈലബിളായിട്ട് ഈ സ്കൂട്ടറിൽ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഫീച്ചറാണ് സ്പീഡ് വരുന്നത്. സ്പീഡ് നമ്മൾ പറഞ്ഞു 125 km/h ടോപ്പ് സ്പീഡ് എന്നത്. അത് മൂന്നാമത്തെ ഫീച്ചറാണ് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് വരുന്നത്. സേഫ്റ്റി ഫീച്ചർ റഡാർ അധിഷ്ഠിത, അതായത് ARAS എന്ന് പറയുന്ന ഒരു മോഡലാണ് സിസ്റ്റം. അതായത് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അഡ്വാൻസ്ഡ് റഡാർ അസിസ്റ്റൻറ്റ് സിസ്റ്റം, അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് മുൻകൂട്ടി പറയുന്നതാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഡുവൽ ചാനൽ ABS എന്ന, അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന ഫീച്ചറുകളുണ്ട്. ഫ്രണ്ട് ആൻഡ് റെയർ കൊളീഷൻ അലേർട്ടും ഇതിൽ അവൈലബിളാണ്. അത് നേരത്തെ പറഞ്ഞ റഡാറാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇതിന് റഡാറുണ്ട് എന്നതാണ് ഇത് വരുന്നത്. അപ്പോൾ ഡുവൽ ചാനൽ വരുന്നത്. അതിനുശേഷം മൂന്നാമത്തെ കഴിഞ്ഞതിന് ശേഷം നാലാമത്തെയാണ് ചാർജിങ്ങിൻ്റെ വരുന്നത്. ഫ്ലാഷ് ചാർജിങ് സിസ്റ്റം വഴി വേഗത്തിൽ ചാർജ് ചെയ്യാം. അതാണ് ഫ്ലാഷ് ചാർജിങ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതായത് അതിൽ ഫ്ലാഷ് ചാർജിങ് സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റ്, അതായത് ഒരു ഹാഫ് അവർ കൊണ്ട് 20% തൊട്ട് 80% വരെ ഇത് ഫുൾ ചാർജ് ആകും എന്നാണ് ഇതിൽ പറയുന്നത്. അഞ്ചാമത്തെ ഫീച്ചറാണ് ഡാഷ് ക്യാമറ വരുന്നത്. അപ്പോൾ അതായത് ഫ്രണ്ട് റെയർ ഡാഷ് ക്യാമറകളോട് കൂടിയ ലോകത്തിലെ ഫസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണിത്. അതായത് ഡാഷ് ക്യാമറയും അതുപോലെയുള്ള ബാക്കി ഫീച്ചേഴ്സും കൂട്ടിച്ചേർത്തുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഈ ടെസറാക്ട് എന്ന മോഡൽ സ്കൂട്ടർ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു ഫീച്ചറാണ് ഡിസൈൻ ആൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ്. ട്യൂബ്ലെസ് ടയേഴ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ,
കാറ്റില്ലാത്ത ടയറ്, കാറ്റിൻ്റെ ടയറല്ല, 2 വീലർ ടയറ്. അതുപോലെ തന്നെ അലോയ് വീലുകൾ, ബ്ലൂടൂത്ത്, വൈഫൈ കണക്ടിവിറ്റി, AI വോയിസ് അസിസ്റ്റൻറ്റ് ഇതെല്ലാം ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ പ്ലേലിസ്റ്റ് ഇഗ്നിഷൻ എന്നൊരു സിസ്റ്റം ഇതിൽ ഉണ്ട്. ഇത്തരം ഫീച്ചേഴ്സാണ് നമ്മളുടെ അൾട്രാ വൈഡ് ടെസറാക്ട് എന്ന ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് കിട്ടുന്നത്. സോ എന്തായാലും ഇതിൻ്റെ പ്രൈസ് എന്തായാലും മറക്കണ്ട. ഇതിൻ്റെ പ്രൈസ് 1.20 ലക്ഷമാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഈ വർഷം 2026 ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടായി. കാറിലല്ല, എന്നാലും ഇത് മാർക്കറ്റിലേക്ക് എത്തുന്നത് ജൂലൈയോടുകൂടി ആയിരിക്കും. അത് വർഷത്തിൻ്റെ പകുതി വെച്ചായിരിക്കും ഇത് വരുന്നത്. സോ എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ബാക്കി ഒക്കെ നമ്മൾ വന്നതിന് ശേഷമായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ജൂലൈയോടുകൂടി വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ വർഷം 2026 പകുതിയോടുകൂടിയാണ് ഈ സ്കൂട്ടറിൻ്റെ വിൽപ്പന എന്തായാലും ഈ നമ്മുടെ ഷോറൂമിൽ എത്തുന്നത്, വിൽപ്പനയ്ക്ക് വരുന്നത്. സോ എന്തായാലും ഇതിൻ്റെ പ്രൈസ് നടക്കണ്ട. 1.20 ലക്ഷം രൂപയാണ്. അതായത് 1,20,000 രൂപയുടെ ഒരു സ്കൂട്ടറാണ് ഈ നമ്മുടെ അൾട്രാ വൈഡ് ടെസറാക്ട് എന്ന നമ്മുടെ സ്കൂട്ടർ. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ 100 വർഷമുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോയുടെ കണ്ടിട്ട് പിന്നായിരിക്കും അടുത്ത വീഡിയോ നമ്മുടെ വേറൊരു കണ്ടൻറ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് ഇത് ചാനൽ കണ്ടൻറ്റായിട്ടായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. സോ അപ്പോൾ എന്തായാലും അടുത്ത കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനെ ബേസ് ചെയ്തായിരിക്കും. നമ്മുടെ ചാനൽ എന്താണ്, നമ്മുടെ ചാനലിൻ്റെ മെയിൻ കണ്ടൻറ്റ്, നമ്മുടെ ചാനലിൻ്റെ മെയിൻ എയിം എന്താണ് എന്നൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ ഇറക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാനും മറക്കരുത്. എന്തായാലും നിങ്ങൾ ഷെഡ്യൂൾ ഇട്ടേക്കും. അതായത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഷെഡ്യൂൾ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ദിവസത്തേക്കുള്ളതല്ല, ആ ഒരു 5 ദിവസത്തേക്ക് ചെയ്യും. എന്തായാലും പുതിയ വീഡിയോയിൽ ആദ്യത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും അതുവരെയും ബൈ.